യുഎസിൽ കുടിയേറ്റ നിയന്ത്രണം ശക്തമാണ്. അമേരിക്കയിലേക്ക് വിസ ലഭിക്കാൻ കഠിനമായ പ്രോസസ് തന്നെ ഇപ്പോൾ ആവശ്യമാണ്. ട്രംപ് അധികാരത്തിലെത്തിയതോടെ പലരും യുഎസിലേക്ക് പോകാൻ മടിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത യുഎസിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവം ധാരാളം ഉണ്ടെന്നാണ്. പ്രത്യേകിച്ച് ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം, അതായത് സ്റ്റീം മേഖലകളിൽ. അടുത്ത 10 വർഷത്തിനുള്ളിൽ രാജ്യത്തിന് ഏകദേശം 10 ലക്ഷം ആളുകളെ കൂടി ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ട്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് മറ്റു മിക്ക ജോലികളെക്കാളും വേഗത്തിൽ ടെക് ജോലികൾ വളരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഈ തൊഴിൽ വിടവ് നികത്തുന്നതിന് 1990 സ്ഥാപിതമായ H-1B വിസ പ്രോഗ്രാം നിർണായകമാണ്. ഇത് US ബിസിനസ്സുകൾക്ക് പ്രത്യേക മേഖലകളിൽ വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ അനുവദിക്കുന്നു. വിദേശ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലുടമകളും ഇമിഗ്രേഷൻ അഭിഭാഷകരും വിസകൾക്കായി അപേക്ഷിക്കുന്നുണ്ട്. US കോളേജുകളിൽ നിന്ന് ഉന്നത ബിരുദം നേടിയ വിദേശ തൊഴിലാളികൾക്ക് പ്രതിവർഷം 65,000 വിസകളുടെ പരിധിയും 20,000 അധിക വിസകളും കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുമുണ്ട്. 2025 സാമ്പത്തിക വർഷത്തേക്ക് 4,70,000 H-1B വിസ അപേക്ഷകൾ ലഭിച്ചതായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിസ പ്രക്രിയയിലെ നടപടിക്രമങ്ങൾ ശക്തമാക്കിയത് തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ബിസിനസ് മേഖലകളിൽ തൊഴിലാളികൾ അത്യാവശ്യമാണെന്നാണ് റിപ്പോർട്ട്. H-1B വിസ ഒരു താൽക്കാലിക വർക്ക് വിസയാണ്. ഇത് US കമ്പനികൾക്ക് സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ധനകാര്യം, വൈദ്യശാസ്ത്രം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക മേഖലയിൽ ബിരുദമോ അതിൽ കൂടുതലോ ബിരുദമുള്ള വിദേശ പ്രൊഫഷണലുകൾക്കാണ് H-1B വിസ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് IT, എഞ്ചിനീയറിംഗ്, ധനകാര്യം, ആരോഗ്യം, സംരക്ഷണം, ശാസ്ത്രം മുതലായ മേഖലയിലുള്ളവരാണ് H-1B വിസയ്ക്കായി അപേക്ഷിക്കുന്നത്. ഒരു US തൊഴിലുടമ തൊഴിലാളിയുടെ പേരിലാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. 3 വർഷമാണ് H-1B വിസയുടെ കാലാവധി. ഇത് 6 വർഷം വരെ നീട്ടാൻ പറ്റും. പ്രതിവർഷം 85,000 വിസകളാണ് നൽകുന്നത്. US മാസ്റ്റേഴ്സ് ബിരുദമുള്ളവർക്ക് 20,000 വിസകൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ്. പല H-1B വിസ ഉടമകൾക്ക് പിന്നീട് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. ആമസോൺ, ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട ടെക് കമ്പനികൾ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് H-1B വിസ പ്രോഗ്രാമാണ് ഉപയോഗിക്കുന്നത്. ചില ബിസിനസ്സുകാർ കുറഞ്ഞ വേതനത്തിന് തൊഴിലാളികളെ നിയമിക്കാനും ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തിടെ നിരവധി ടെക് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമ്പനികൾ വിദേശ തൊഴിലാളികളെ കൊണ്ടുവരാൻ ഇപ്പോഴും വിസയ്ക്ക് അപേക്ഷിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം അമേരിക്കൻ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട്. അതേസമയം ഇത് യുഎസിലെ ബിസിനസ് നവീകരണത്തിന് പ്രചോദനം നൽകുകയും യുഎസിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നാണ് വക്താക്കൾ അഭിപ്രായപ്പെടുന്നത്. വേതനം നിശ്ചയിക്കുകയും ലോട്ടറി സമ്പ്രദായം ഇല്ലാതാക്കുകയും ചെയ്യുന്നതുൾപ്പെടെ ചില മാറ്റങ്ങൾ ഈ പ്രോഗ്രാമിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടുന്നുണ്ട്.